കോഴിക്കോട് മേയർ ഒ സദാശിവൻ നമ്മളോട് ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം മേയർ. ഇത് വലിയൊരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് അവിടെ നിന്നും വരുന്നത്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കാലപ്പഴക്കം ചെന്നൊരു കെട്ടിടമായിരുന്നില്ലേ ഇത്? എന്താണ് സംഭവിച്ചത്? ഹലോ, ഇത് ഒരു അപകടാവസ്ഥയിലാണ് എന്നുള്ളൊരു റിപ്പോർട്ടൊന്നും നിലവിൽ കോർപ്പറേഷന്റെ അടുത്തില്ല. പക്ഷേ പഴയ കെട്ടിടം എന്നുള്ള നിലയ്ക്ക് ഈ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒരു 3-4 കെട്ടിടങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ പൊളിച്ചു മാറ്റി പുതിയവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള DPR തയ്യാറാക്കാൻ തീരുമാനിച്ചതിൽപ്പെട്ടതൊന്നാണ്. അവിടെ ഇപ്പോഴും 10 കൂടുതൽ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. അൺഫിറ്റ് അല്ലാത്ത ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ലൈസൻസ് പുതുക്കിയും കൊടുക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലാണ്. ഈ കെട്ടിടം ഉണ്ടായിരുന്നോ? അങ്ങനെ പുതുക്കി കൊടുത്തതിൽ ഈ കെട്ടിടവും ഉണ്ടായിരുന്നോ? അത് പുതുക്കി ഓൾറെഡി അതിൻ്റെ അകത്ത് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ആ കെട്ടിടത്തില് അത് പുതുക്കി കൊടുക്കുന്നതുമാണ്. ഓരോ കാലത്തിനും അവർക്ക് അത് പുതുക്കി കൊടുക്കുന്നതാണ്. കച്ചവടം പിന്നെ ആ ബിൽഡിംഗ് പൊളിക്കുന്ന മുറയ്ക്ക് അല്ല, കാലപ്പഴക്കം ചെന്നെന്ന് പറഞ്ഞാൽ അതിന് ആ കെട്ടിട അപകടാവസ്ഥയിലാണെന്നുള്ളൊരു റിപ്പോർട്ടൊന്നും കോർപ്പറേഷന്റെ മുന്നിലില്ല. സ്വാഭാവികമായും പഴയ കെട്ടിടങ്ങൾ പുതിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കുക എന്നൊരു കൺസെപ്റ്റിൽ ഞങ്ങൾ 4-5 കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ഒന്നാണ്. പക്ഷെ അവിടെ അപ്പോഴും ഈ അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം എന്നൊരു റിപ്പോർട്ട് കോർപ്പറേഷന്റെ അടുത്തില്ല. അതുകൊണ്ടാണ് അവിടെ കച്ചവടക്കാർ ചെയ്തു വരുന്നത്. പിന്നെ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമായതുകൊണ്ട് വളരെ നേരത്തെ തന്നെ പൊളിച്ച് കച്ചവടക്കാരെ പൂർണ്ണമായിട്ടും അവരുടെയൊക്കെ കച്ചവടമൊക്കെ നിർത്തലാക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അറിയാവുന്ന സമയത്ത് പൊളിക്കാമെന്ന് കരുതിയിരുന്നതാണ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണിത്? എനിക്ക് തോന്നുന്നു ഒരു 19 വർഷത്തിലധികം ഉണ്ടാവും തോന്നുന്നു. സുമാർ കൃത്യമായി മനസ്സിലാക്കി പറയാൻ 50 വർഷത്തെ ഒരു പഴക്കം എന്ന് പറയുമ്പോൾ അത് ഉറപ്പായും കാലപ്പഴക്കം ചെന്നതാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു അപകടാവസ്ഥയിലല്ല എന്ന് പറയുമ്പോഴും ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിലിപ്പോ ഇനി അടുത്തൊരു നടപടി അങ്ങനത്തെ തരത്തിലേക്ക് ഏതെങ്കിലും ഉണ്ടോ? ഇനിയും കോഴിക്കോട് നമുക്കറിയാം ഒരുപാട് വ്യവസായങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്, കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഇനിയും ഉണ്ടാകുമല്ലോ. അതിലേക്കൊക്കെ ഒരു പരിശോധന ശക്തമാക്കില്ലേ? തീർച്ചയായിട്ടും കൂടുതൽ പരിശോധനയും കൂടുതൽ ഇക്കാര്യത്തിലൊരു പരിശോധന കോർപ്പറേഷൻ നടത്തേണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് തീർച്ചയായും ഉണ്ടാവുകയെന്നേ കേട്ടോ. ശരി, വളരെ നന്ദി മേയർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.